ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരുന്ന ഡിഗ്രി ലെവൽ എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുള്ള ചില സയൻസ് മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: ട്രാൻസ്ബൗണ്ടറി പൊല്യൂഷൻ ഓർ ആസിഡ് റെയിൻ ഈസ് കാസ്ഡ് ബൈ. ട്രാൻസ്ബൗണ്ടറി പൊല്യൂഷൻ അല്ലെങ്കിൽ ആസിഡ് റെയിൻ എന്ത് മൂലമുണ്ടാകുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കാർബൺ മോണോക്സൈഡ് ആണ്, ഓപ്ഷൻ ബി കാർബൺ ഡയോക്സൈഡ്, ഓപ്ഷൻ സി ഹൈഡ്രോ കാർബൺ, ഓപ്ഷൻ ഡി നൈട്രജൻ ഓക്സൈഡ് ആൻഡ് സൾഫർ ഡയോക്സൈഡ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. നൈട്രജൻ ഓക്സൈഡ് ആൻഡ് സൾഫർ ഡയോക്സൈഡ് ആണ് എന്തിൻ്റെ മെയിൻ കാരണക്കാരെന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞ ട്രാൻസ്ബൗണ്ടറി പൊല്യൂഷൻ അല്ലെങ്കിൽ ആസിഡ് റെയിൻ്റെ മെയിൻ കാരണക്കാരെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആസിഡ് റെയിൻ? ആസിഡ് റെയിൻ ഈസ് കാസ്ഡ് ബൈ എ കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ബിഗിൻസ് വിത്ത് കോമ്പൗണ്ട്സ് ലൈക്ക് സൾഫർ ഡയോക്സൈഡ് ആൻഡ് നൈട്രജൻ ഓക്സൈഡ്സ് ആർ റിലീസ്ഡ് ഇൻ ടു ദി എയർ. These substances can rise very high into the atmosphere where they mix and react with water, oxygen and other chemicals to form more acidic pollutants known as acid rain. അപ്പോൾ നമ്മൾ അന്തരീക്ഷത്തിലേക്ക് പുറത്തുവിടുന്ന സൾഫർ ഡയോക്സൈഡ് അതുപോലെ നൈട്രജൻ ഓക്സൈഡ്സ് തുടങ്ങിയ പൊല്യൂട്ടൻസ് അന്തരീക്ഷത്തിലെ മുകളിലത്തെ ലേയേഴ്സിലേക്ക് എത്തിയിട്ട് അവിടെ വെച്ച് വാട്ടർ അതുപോലെ തന്നെ ഓക്സിജൻ അതുപോലെ അതർ കെമിക്കൽസ് മറ്റ് കെമിക്കൽസുമായിട്ട് ചേർന്നിട്ട് എന്തുണ്ടാവുന്നു? ആസിഡ്സ് ഉണ്ടാവുന്നു. സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് പോലത്തെ ആസിഡ്സ് ഉണ്ടായി അത് മഴയോടൊപ്പം താഴേക്ക് പതിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. അതിവിടെ താഴെ പതിച്ച് ചെടികൾക്കും കെട്ടിടങ്ങൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും എല്ലാം നാശനഷ്ടം സംഭവിക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: എ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എമിറ്റ്സ്. ഒരു റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്ത് എമിറ്റ് ചെയ്യുമെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഉണ്ട്. എ ആൽഫ പാർട്ടിക്കിൾ ആണോ, അതോ ബീറ്റ പാർട്ടിക്കിൾ ആണോ, അല്ലെങ്കിൽ ഗാമ പാർട്ടിക്കിൾ ആണോ, അല്ലെങ്കിൽ ആൾ ഓഫ് 3 ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആൾ ഓഫ് ദ 3. ഓക്കെ, അപ്പോൾ ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ആൽഫ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്യും, അതുപോലെ തന്നെ ബീറ്റ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്യും, അതുപോലെ ഗാമ പാർട്ടിക്കിളിനെയും എമിറ്റ് ചെയ്യും. എ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് are continually producing 3 kinds of dangerous radiation: alpha particles, beta particles and gamma rays. അപ്പോൾ ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് കണ്ടിന്യൂസ്ലി തുടർച്ചയായിട്ട് എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും? മാരകമായിട്ടുള്ള ആൽഫ റേഡിയേഷൻ, അതുപോലെ ബീറ്റ റേഡിയേഷൻ, അതുപോലെ ഗാമ റേഡിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇവ മൂന്നും ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇത് നമ്മുടെ നേക്കഡായി സാധാരണ കണ്ണുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ റേഡിയേഷൻസിനെ കാണാൻ പറ്റത്തില്ല. ഈ റേഡിയേഷൻസുമായിട്ടുള്ള ഓവർ എക്സ്പോഷർ എന്തിന് കാരണമാകുന്നു? ക്യാൻസർ പോലത്തെ രോഗങ്ങൾക്ക് കാരണമാകുന്നു. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒന്നാമത്തെ പോയിന്റ് ഇതാണ്: നേച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയതാരെന്നാണ് ചോദ്യം. അപ്പോൾ നേച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയതാരാണ്? ഹെൻറി ബെക്യുറൽ. ആരാണ്? ഹെൻറി ബെക്യുറലാണ് നേച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ റേഡിയോ ആക്ടിവിറ്റിയുടെ SI യൂണിറ്റ്, സ്റ്റാൻഡേർഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി എന്തെന്ന് ചോദിച്ചാൽ ബെക്യുറലാണ്. ഓക്കെ, അതുപോലെ റേഡിയോ ആക്ടിവിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റ് യൂണിറ്റ്സ് ആണ് ക്യൂറി ആൻഡ് റുദർഫോർഡ്. അപ്പോൾ ക്യൂറി എന്ന യൂണിറ്റും റുദർഫോർഡ് എന്ന യൂണിറ്റും എന്ത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്? റേഡിയോ ആക്ടിവിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ റേഡിയോ ആക്ടിവിറ്റി കൗണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മെഷർ ചെയ്യുന്ന ഒരു ഉപകരണമുണ്ട്, ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസിന് നമ്മൾ പറയുന്ന പേരാണ് ഗീഗർ മുള്ളർ കൗണ്ടർ. ഓക്കെ, ഗീഗർ മുള്ളർ കൗണ്ടർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റേഡിയോ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് പറയാനുള്ളത് ഈ ആൽഫ പാർട്ടിക്കിൾസും അതുപോലെ ബീറ്റ പാർട്ടിക്കിൾസും, ആൽഫ റേസ് ആൻഡ് ബീറ്റ റേസും, ഇവ രണ്ടിനെയും ഡിസ്കവർ ചെയ്തതാരെന്നാണ് ചോദ്യം. അത് ഏണസ്റ്റ് റുദർഫോർഡാണ്. ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡാണ് ആൽഫ ആൻഡ് ബീറ്റ പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്തത്? ഡിസ്കവർ ചെയ്തത്. ഇനി ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് പോസിറ്റീവാണ്. ആൽഫ പാർട്ടിക്കിൾ പോസിറ്റീവ്ലി ചാർജ്ഡ്, ബീറ്റ പാർട്ടിക്കിൾ നെഗറ്റീവ്ലി ചാർജ്ഡ്. ബീറ്റ പാർട്ടിക്കിൾ എന്താണ്? നെഗറ്റീവ്ലി ചാർജ്ഡ്. അതുപോലെ ഗാമ റേസ് ചാർജ് ലെസ് ആണ്. ഗാമ റേസിന് എന്തില്ല? ചാർജ് ഇല്ല, ന്യൂട്രൽ ചാർജാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ആൽഫ പാർട്ടിക്കിൾ എന്തിന് ഇക്വാലൻ്റ് ആണ് അല്ലെങ്കിൽ എന്തിന് ഈക്വലാണെന്ന് ചോദിച്ചാൽ ഒരു ഹീലിയം ന്യൂക്ലിയസിന് ഈക്വലാണ് ഒരു ആൽഫ പാർട്ടിക്കിൾ. ഒരു ഹീലിയം ന്യൂക്ലിയസിന് ഈക്വലാണ് എന്തെന്ന് പറയുന്നത്? ഒരു ആൽഫ പാർട്ടിക്കിൾ. അതുപോലെ തന്നെ ഒരു ബീറ്റ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിന് ഈക്വലാണ്. ഒരു ഇലക്ട്രോണിന് ഈക്വലാണ് എന്തെന്ന് പറയുന്നത്? ഒരു ബീറ്റ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പെനിട്രേറ്റിംഗ് പവർ കൂടിയ പാർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ ഈ ആൽഫ, ബീറ്റ ആൻഡ് ഗാമ ഇവ മൂന്നും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും പെനിട്രേറ്റിംഗ് പവർ കൂടിയ പാർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ അത് ഗാമ റേസ് ആണ്. ഓക്കെ, ഗാമ റേസിനാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്? പെനിട്രേറ്റിംഗ് പവർ, തുളച്ചു കയറാനുള്ള കപ്പാസിറ്റി ഉള്ളത് ഗാമ റേസിനാണ്. അടുത്ത ചോദ്യം ഇതാണ്: വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഗുഡ്
കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. താഴെ പറയുന്നവയിൽ ഏറ്റവും നന്നായിട്ട് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നതാരെന്നാണ് ചോദ്യം. ഗ്രാഫൈറ്റ് ആണോ, ഡയമണ്ട് ആണോ, പീറ്റ് ആണോ, ചാർക്കോൾ ആണോ? അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏറ്റവും നന്നായിട്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? ഗ്രാഫൈറ്റ് ആണ്. കാർബണിൻ്റെ ഒരു അലോട്രോപ്പായ ഗ്രാഫൈറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞിരിക്കുന്നവയിൽ ഏറ്റവും നന്നായിട്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം. ആൻ ഇലക്ട്രിക്കൽ കണ്ടക്ടർ ഈസ് എ സബ്സ്റ്റൻസ് ഇൻ വിച്ച് ഇലക്ട്രിക്കൽ ചാർജ് കാരിയേഴ്സ് യൂഷ്വലി ഇലക്ട്രോൺസ് മൂവ് ഈസിലി ഫ്രം ആറ്റം ടു ആറ്റം വിത്ത് ദി ആപ്ലിക്കേഷൻ ഓഫ് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു വസ്തുവിൽ വോൾട്ടേജ് കൊടുക്കുമ്പോൾ അതിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് ആറ്റത്തിൽ നിന്ന് ആറ്റത്തിലേക്ക് പെട്ടെന്ന് മൂവ് ചെയ്യുമ്പോഴാണ് എന്ത് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്? കറണ്ട് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു കണ്ടക്ടറിൽ ചാർജിനെ വഹിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഫ്രീലി ഒരു ആറ്റത്തിൽ നിന്ന് മറ്റൊരു ആറ്റത്തിലേക്ക് പോവുകയാണെങ്കിൽ അതെന്താണ്? നല്ലൊരു കണ്ടക്ടർ ആണ്. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ ചാർജ് കേരിയേഴ്സ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്താണ്? ഒരു കണ്ടക്ടറിൽ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് കാണപ്പെടും. ഒരു കണ്ടക്ടറിൽ എന്തുണ്ട്? ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺസ് ആണ് എന്ത് ക്യാരി ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ ചാർജ് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉള്ള ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്? കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അവ എന്ത് ചെയ്യും? ഇലക്ട്രിക്കൽ ചാർജ് ക്യാരി ചെയ്യും. ഒരു ആറ്റത്തിൽ നിന്ന് മറ്റൊരു ആറ്റത്തിലേക്ക് എന്ത് ചെയ്യും? ഇലക്ട്രിക്കൽ ചാർജ് ക്യാരി ചെയ്യും. അങ്ങനെയുള്ള വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏത് പറയാം? സിൽവർ പറയാം, അതുപോലെ ഗോൾഡ്, അലുമിനിയം, കോപ്പർ ഒക്കെ പറയാം. ഓക്കെ, ഏറ്റവും നന്നായിട്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? സിൽവർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഗ്രാഫൈറ്റ് ഈസ് ആൻ ഇലക്ട്രിക് കണ്ടക്ടർ. ഗ്രാഫൈറ്റും എന്താണ്? ഒരു വൈദ്യുതി കടത്തിവിടുന്ന വസ്തുവാണ്. കോൺസിക്വൻ്റ്ലി യൂസ്ഫുൾ ഇൻ സച്ച് ആപ്ലിക്കേഷൻസ് ആസ് ആർക്ക് ലാമ്പ് ഇലക്ട്രോഡ്സ്. ആർക്ക് ലാമ്പ് ഇലക്ട്രോഡ്സ് ഒക്കെ ആയിട്ട് എന്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? നമ്മൾ ഈ പറഞ്ഞ ഗ്രാഫൈറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഡ്യൂ ടു ദി വാസ്റ്റ് ഇലക്ട്രോൺ ഡീലോക്കലൈസേഷൻ വിത്തിൻ ദി കാർബൺ ലെയേഴ്സ്. കാർബൺ ലെയേഴ്സിലുള്ള വാസ്റ്റ് ഇലക്ട്രോൺ ഡീലോക്കലൈസേഷൻ വഴി ഉണ്ടാവുന്ന ഫ്രീ ഇലക്ട്രോൺസ് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഗ്രാഫൈറ്റിന് ഒരുപാട് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ പറ്റാത്ത, ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാത്ത വസ്തുക്കളെ നമ്മൾ പറയുന്നു ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നു. എന്തെന്ന് പറയുന്നു? ഇൻസുലേറ്റേഴ്സ്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. പോയിസൺ യൂസ്ഡ് ഫോർ കില്ലിംഗ് റാറ്റ്സ്. റാറ്റ് എലിവിഷം എന്നാണ് അറിയപ്പെടുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ അത് കാൽസ്യം ഫോസ്ഫൈഡ് ആണോ, സിങ്ക് ഫോസ്ഫൈഡ് ആണോ, മഗ്നീഷ്യം നൈട്രൈഡ് ആണോ, മഗ്നീഷ്യം ഫോസ്ഫൈഡ് ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ സിങ്ക് ഫോസ്ഫൈഡ്, ഓപ്ഷൻ ബി ആണ് ഉത്തരം. ZN3. ZN എന്ന് പറയുന്ന സിങ്കിൻ്റെ സിമ്പിളാണ്. ZnP2. ഓക്കെ, ZN3P2. ZN3P2 ആണ് സിങ്ക് ഫോസ്ഫൈഡിൻ്റെ രാസനാമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിങ്ക് ഫോസ്ഫേറ്റ് ഈസ് ദി ഇനോർഗാനിക് കെമിക്കൽ കോമ്പൗണ്ട്. അതൊരു ഇനോർഗാനിക് ആയിട്ടുള്ള കെമിക്കൽ കോമ്പൗണ്ടാണ്. ഇറ്റ് ഈസ് എ ഗ്രേ സോളിഡ്. അതിൻ്റെ സാധാരണയിലുള്ള അതിൻ്റെ കളർ എന്ന് പറയുന്നത് ഗ്രേ സോളിഡ് ആണ്. ആൾത്തോ കൊമേഴ്ഷ്യൽ സാമ്പിൾസ് ആർ ഓഫൺ ഡാർക്ക് ഓർ ഈവൻ ബ്ലാക്ക്. അപ്പോൾ നമ്മൾ എലിവേഷൻ മേടിക്കുമ്പോഴത്തേക്ക് ഈ വസ്തു കെമിക്കൽ എന്ത് കളറിലാണ് കാണപ്പെടുന്നത്? ഡാർക്ക് അല്ലെങ്കിൽ ഈവൻ ബ്ലാക്ക്, നല്ല ഡാർക്ക് അല്ലെങ്കിൽ നല്ല ബ്ലാക്ക് കളറിലാണ് കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ റോഡൻറ്റിസൈഡ്. ഒരു റോഡൻറ്റിസൈഡ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. റോഡൻസ് എന്ന് പറഞ്ഞാൽ ഈ എലി വിഭാഗത്തിൽപ്പെട്ട ജീവികളെയാണ് റോഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റോഡൻറ്റിസൈഡ് ആയിട്ടാണ് നമ്മൾ ഈ സിങ്ക് ഫോസ്ഫൈഡ് എന്ന കെമിക്കൽ യൂസ് ചെയ്യുന്നത്. റോഡൻറ്റിസൈഡ് മീൻസ് റോഡൻറ്റ് കില്ലർ. റോഡൻറ്റിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോഡൻസ്, ഈ ധാന്യങ്ങളൊക്കെ കരണ്ട് തിന്നുന്ന ജീവികളെയാണ് നമ്മൾ റോഡൻസ് എന്ന് പറയുന്നത്. അവയെ കൊല്ലുന്ന കെമിക്കൽസിനെയാണ് നമ്മൾ റോഡൻറ്റിസൈഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ഹൗ ഈസ് അറ്റോമിക് മാസ് നമ്പർ ഡിറ്റർമിൻഡ്? അറ്റോമിക് മാസ് നമ്പർ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് ഇതാണ്. ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് കൗണ്ട് ചെയ്തിട്ടാണോ? ബൈ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് കൗണ്ട് ചെയ്തിട്ടാണോ? ബൈ ആഡിങ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് കൗണ്ട് ചെയ്തിട്ടാണോ? അല്ലെങ്കിൽ ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൗണ്ട് ചെയ്തിട്ടാണോ എന്നാണ് ചോദ്യം. സോ ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ബൈ ആഡിങ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് അല്ലെങ്കിൽ ഒരു എലിമെൻറ്റിൻ്റെ അറ്റോമിക് മാസ് നമ്പർ എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ തുകയാണ്? പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും തുകയാണ്. എന്തിൻ്റെയൊക്കെ തുകയാണ്? പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും തുകയാണ്. അപ്പോൾ ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് കമ്പൈൻഡ് ഗിവ് us ദി മാസ് നമ്പർ ഓഫ് ആൻ ആറ്റം. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ മാസ് നമ്പർ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്?
പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും തുക കൂട്ടുമ്പോഴാണ്. ഓക്കെ, ഒരു ആറ്റത്തിലെ പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും നമ്പേഴ്സിൻ്റെ സം, അതിൻ്റെ തുകയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാസ് നമ്പർ അല്ലെങ്കിൽ അറ്റോമിക് മാസ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അറ്റോമിക് മാസ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ അറ്റോമിക് മാസ് യൂണിറ്റ്സ് ഓർ AMU. നമ്മൾ അറ്റോമിക് മാസ് എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റാണ് അറ്റോമിക് മാസ് യൂണിറ്റ് അല്ലെങ്കിൽ AMU. ഇനി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്. ആസ് ബോത്ത് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആർ പ്രസൻറ്റ് ഇൻ ദി ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം, ദേ ആർ ടുഗദർ കാൾഡ് ന്യൂക്ലിയോൺസ്. അപ്പോൾ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഒരു ആറ്റത്തിൽ എവിടെയാണ് കാണപ്പെടുന്നത്? ന്യൂക്ലിയസിലാണ് കാണപ്പെടുന്നത്. പ്രോട്ടോൺസും ന്യൂട്രോൺസും ഒരു ആറ്റത്തിൽ ന്യൂക്ലിയസിലാണ് കാണപ്പെടുന്നത്. അങ്ങനെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്നത് കൊണ്ട് പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും കൂടി ചേർത്തൊരു പേര് വിളിക്കും. എന്തെന്ന് പറയും? ന്യൂക്ലിയോൺസ് എന്ന് പറയും. എന്തെന്ന് പറയും? ന്യൂക്ലിയോൺസ് എന്ന് പറയും. ശ്രദ്ധിക്കുക, പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ന്യൂക്ലിയോൺസ്. എന്താണ്? ന്യൂക്ലിയോൺസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ്? റുദർഫോർഡാണ്. ആരാണ്? റുദർഫോർഡ്. ഏണസ്റ്റ് റുദർഫോർഡാണ് ആര് കണ്ടുപിടിച്ചത്? പ്രോട്ടോണിനെ കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവാണ്. ശ്രദ്ധിക്കുക, പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവാണ്. അതുപോലെ തന്നെ എന്താണ്? ഇലക്ട്രോൺസ് കണ്ടുപിടിച്ചത് JJ തോംസൺ ആണ്. ഇലക്ട്രോൺസ് കണ്ടുപിടിച്ചത് ആരാണ്? JJ തോംസൺ ആണ്. ഇലക്ട്രോൺസിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവാണ്. എന്താണ്? നെഗറ്റീവാണ് ഇലക്ട്രോൺസിൻ്റെ ചാർജ്. അതുപോലെ തന്നെ ഒരു ആറ്റത്തിലെ ചലിക്കുന്ന ഭാഗം, മൂവിങ് പാർട്ട് ഓഫ് ആൻ ആറ്റം എന്ന് ചോദിച്ചാൽ എന്താണ്? മൂവിങ് പാർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ അത് ഇലക്ട്രോൺ ആണ്. മൂവിങ് പാർട്ടിക്കിൾ ഏതാണ്? ഇലക്ട്രോൺ ആണ്. അതുപോലെ തന്നെ ഒരു വസ്തുവിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി, ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ദ കെമിക്കൽ പ്രോപ്പർട്ടി ഓഫ് സബ്സ്റ്റൻസസ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ, ഒരു വസ്തുവിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്? ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, എത്ര ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് എന്നതനുസരിച്ചാണ് അത് റിയാക്ഷനിലേക്ക് എന്ത് ചെയ്യുന്നത്? പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇലക്ട്രോൺസ് ആണ്. അതുപോലെ ന്യൂട്രോൺസ് കണ്ടുപിടിച്ചത് ആരാണ്? അത് ജെയിംസ് ചാഡ്വിക് ആണ്. ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺസ് കണ്ടുപിടിച്ചത്. അപ്പോൾ ന്യൂട്രോൺസ് ഇലക്ട്രിക് ചാർജ് അല്ലെങ്കിൽ ഒരു ചാർജ് ലെസ് ന്യൂട്രൽ ആയിട്ടുള്ള പാർട്ടിക്കിളാണ് എന്തെന്ന് പറയുന്നത്? ന്യൂട്രോൺസ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ന്യൂട്രോൺസ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അറ്റോമിക് നമ്പർ ശ്രദ്ധിക്കുക. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ അത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ദി ന്യൂക്ലിയസ്. ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണം, വെറും ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണം മാത്രമാണ് അതെന്താണ്? അറ്റോമിക് നമ്പർ ആണ്. എന്നാൽ മാസ് നമ്പർ എന്താണ്? അറ്റോമിക് മാസ് നമ്പർ എന്ന് പറയുന്നത് ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെയും അതുപോലെ തന്നെ ന്യൂട്രോണുകളുടെയും എണ്ണം, അതിൻ്റെ തുകയാണ് എന്തെന്ന് പറയുന്നത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്ന പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും നമ്മൾ ചേർത്ത് വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ? ഒരു എക്സോതെർമിക് റിയാക്ഷൻ എന്താണെന്നാണ് ചോദ്യം. റിയാക്ഷൻ ഇൻ വിച്ച് ഹീറ്റ് ഈസ് റിലീസ്ഡ്, റിയാക്ഷൻ ഇൻ വിച്ച് ഹീറ്റ് ഈസ് അബ്സോർബ്ഡ്, റിയാക്ഷൻ ഇൻ വിച്ച് നെയ്തർ ഹീറ്റ് ഈസ് റിലീസ്ഡ് നോർ അബ്സോർബ്ഡ്, നൺ ഓഫ് ദീസ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം. റിയാക്ഷൻ ഇൻ വിച്ച് ഹീറ്റ് ഈസ് റിലീസ്ഡ്, ഹീറ്റ് പുറത്തേക്ക് വിടുന്ന റിയാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അതിൽ നിന്ന് ഹീറ്റ് ഇവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ, പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ആ റിയാക്ഷനെയാണ് നമ്മൾ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. An exothermic process is a chemical reaction in which heat is released causing the temperature of the immediate surroundings to rise. Example are combustion, evaporation, etc. അപ്പോൾ ഒരു എന്താണ് എക്സോതെർമിക് റിയാക്ഷൻ നടക്കുമ്പോൾ അത് ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് വിടുന്നുണ്ട്. ഹീറ്റ് ഈസ് റിലീസ്ഡ്. അങ്ങനെ ഹീറ്റ് റിലീസ് ചെയ്യുന്നത് കൊണ്ട് ആ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ചുറ്റുപാടുമുള്ള ടെമ്പറേച്ചർ എന്ത് ചെയ്യും? റൈസ് ചെയ്യും. ഓക്കെ, കാസ്റ്റിംഗ് ദി ടെമ്പറേച്ചർ ഓഫ് ദി ഇമ്മീഡിയറ്റ് സറൗണ്ടിങ് ടു റൈസ്. ആ റിയാക്ഷൻ നടക്കുന്നതിന് തൊട്ടടുത്തുള്ള ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സിലെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ചെറുതായിട്ടൊന്ന് റൈസ് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ പറയുന്ന എക്സോതെർമിക് റിയാക്ഷൻസിൻ്റെ എക്സാമ്പിൾസ് ആണ് കമ്പസ്റ്റ്യൻ, അതുപോലെ തന്നെ ഇവാപ്പറേഷൻ. കമ്പസ്റ്റ്യനും ഇവാപ്പറേഷനും എന്തിന് എക്സാമ്പിളാണ്? എക്സോതെർമിക് റിയാക്ഷൻസിന് എക്സാമ്പിളാണ്. ഓക്കെ, അടുത്തത് PH ഈസ് ആൻ അബ്രീവിയേഷൻ ഓഫ്. PH എന്നത് എന്തിൻ്റെ ചുരുക്കരൂപമാണെന്നാണ് ചോദ്യം. പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ആണോ, പോസിബിലിറ്റി ഓഫ് ഹൈഡ്രജൻ ആണോ, പോപ്പുലേഷൻ ഓഫ് ഹൈഡ്രജൻ ആണോ, അതോ പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ ആണോ എന്നാണ് ചോദ്യം. സോ ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. എ മെഷർ ഓഫ് അസിഡിറ്റി ഓർ ആൽക്കലിനിറ്റി ഓഫ് വാട്ടർ സോളിബിൾ സബ്സ്റ്റൻസസ്.
ഓക്കെ, ഒരു ലിക്വിഡിൻ്റെ അസിഡിറ്റി അല്ലെങ്കിൽ ആൽക്കലൈനിറ്റി മെഷർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സ്കെയിലാണ് എന്തെന്ന് പറയുന്നത്, pH എന്ന് പറയുന്നത്, അല്ലെങ്കിൽ pH വാല്യൂ എന്ന് പറയുന്നത്. pH വാല്യൂ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന സ്കെയിലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, pH സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, pH വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിലാണ് pH സ്കെയിൽ. ഇത് ഇൻവെൻറ്റ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ സൊറൻസൺ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. സൊറൻസൺ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് pH സ്കെയിൽ ഇൻവെൻറ്റ് ചെയ്തത്. അപ്പോൾ ഈ pHൻ്റെ എക്സ്പാൻഷനാണ് നമ്മൾ പറഞ്ഞത് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. അതുപോലെ തന്നെ ഈ pH സ്കെയിലിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാല്യൂ 1 തൊട്ട് 14 വരെയാണ്. 1 തൊട്ട് 14 വരെയാണ് pH സ്കെയിലിൽ വാല്യൂ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിലെ മിഡിൽ പോയിൻ്റായ 7 എന്ന് പറയുന്നത് ന്യൂട്രലാണ്. ഓക്കെ, ശുദ്ധജലമൊക്കെ എന്താണ്, pH 7 ആണ്, ന്യൂട്രലാണ്. ഓക്കെ, ശുദ്ധജലം pH 7 ആണ്, ന്യൂട്രലാണ്. അപ്പോൾ 7 എന്ന് പറയുന്ന വാല്യൂ വന്നാൽ ന്യൂട്രലാണ്. 7ൽ കൂടുതൽ വന്നാൽ ആ സൊല്യൂഷൻ ബേസിക് നേച്ചറാണ്. 7ൽ കൂടുതൽ വന്നാൽ എന്താണ്, ആ സൊല്യൂഷൻ ബേസിക് നേച്ചറാണ്. എന്നാൽ 7ൽ കുറവ് വാല്യൂ വന്നാൽ അത് അസിഡിക് നേച്ചറാണ്. 7ൽ കുറവ് വന്നാൽ അത് എന്ത് നേച്ചറാണ്, അസിഡിക് നേച്ചറാണ്. ശ്രദ്ധിക്കുക, അസിഡിക് നേച്ചർ. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ബ്ലഡിൻ്റെ pH മൂല്യം എത്രയാണെന്ന്. ഓക്കെ, ബ്ലഡിൻ്റെ pH മൂല്യം 7.4 ആണ്. 7.4 ആണ് എന്തിൻ്റെ pH മൂല്യം എന്ന് പറയുന്നത്, ബ്ലഡിൻ്റെ pH മൂല്യം. അതുപോലെ തന്നെ നമുക്കറിയാം ഹ്യൂമൻ ബ്ലഡ് 7.4 ആണെങ്കിൽ സീ വാട്ടർ, കടൽ വെള്ളത്തിൻ്റെ pH വാല്യൂ എന്ന് പറയുന്നത് അതൊരു റേഞ്ചാണ് പറയുന്നത് 7.5 to 8.4. 7.5 to 8.4 ആണ്. ആ ഒരു റേഞ്ചിനകത്താണ് സീ വാട്ടറിൻ്റെ എന്തെന്ന് പറയുന്നത് pH വാല്യൂ എന്ന് പറയുന്നത്. എന്നാൽ അമോണിയ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, ബേസിക് നേച്ചറുള്ള ഒരു ഗ്യാസാണ്. എന്തെന്ന് പറയുന്നത്, അമോണിയ ബേസിക് നേച്ചറുള്ള ഒരു ഗ്യാസാണ് അമോണിയ എന്ന് പറയുന്നത്. അപ്പോൾ അമോണിയയുടെ pH വാല്യൂ എന്ന് പറയുന്നത് 10.6നും 11.6നും ഇടയിലാണെന്നാണ് കാണുന്നത്. ഓക്കെ, 10.6 ആൻഡ് 11.6. എന്നാൽ മിൽക്കിൻ്റെ pH എന്ന് പറയുന്നത് ഒരു റേഞ്ചിലാണ്, 6.5 to 6.7 റേഞ്ചിലാണ് മിൽക്കിൻ്റെ pH വാല്യൂ നിൽക്കുന്നത്. 6.5 to 6.7 റേഞ്ചിലാണ് മിൽക്കിൻ്റെ pH വാല്യൂ നിൽക്കുന്നത്. എന്നാൽ കോഫിയുടെ pH വാല്യൂ എത്രയാണ്, 5 ആണ്. കോഫിയുടെ pH വാല്യൂ എത്രയാണ്, 5 ആണ്. എന്നാൽ ഓർക്കുക, വിനാഗിരിയുടെ pH വാല്യൂ 2.9 ആണ്. 2.9 അതൊരു റേഞ്ച് പറയുന്നുണ്ട്. 2 തൊട്ട് 3.5 വരെയൊക്കെ ഒരു റേഞ്ച് പറയുന്നുണ്ട്. എന്നാലും 2.9 ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം ലെമൺ ജ്യൂസിൻ്റെ pH വാല്യൂ 2.4 ആണ്. ലെമൺ ജ്യൂസിൻ്റെ pH വാല്യൂ എത്രയാണ്, 2.4 ആണ്. അപ്പോൾ ലെമൺ ജ്യൂസൊക്കെ എന്ത് നേച്ചറാണ്, അസിഡിക് നേച്ചറുള്ള ലിക്വിഡാണ് എന്തെന്ന് പറയുന്നത്, ലെമൺ ജ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആസിഡ് റെയിനിന് നമ്മളൊരു റേഞ്ച് പറയുന്നുണ്ട്. 2 to 5.6 റേഞ്ചിനകത്താണ് ആസിഡ് റെയിനിൻ്റെ എന്തെന്ന് പറയുന്നത് pH വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിസീസ് ഈസ് കാസ്ഡ് ബൈ എ വൈറസ്. ഒരു വൈറസ് മൂലമുണ്ടാകുന്ന രോഗം ഏതെന്നാണ് താഴെ പറഞ്ഞിരിക്കുന്നവയിൽ. അപ്പോൾ പ്ലേഗ് ആണോ, പോളിയോ ആണോ, ടെറ്റനസ് ആണോ, ലെപ്രസി ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, പോളിയോയാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നവയിൽ പോളിയോയാണ് വൈറസ് മൂലമുണ്ടാകുന്ന രോഗം. ഓക്കെ, പോളിയോ ഈസ് എ കണ്ടാജിയസ് വൈറൽ ഇൽനെസ് ദാറ്റ് ഇൻ ഇറ്റ്സ് മോസ്റ്റ് സിവിയർ ഫ്രം കോസ് പാരാലിസിസ്, ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ് ആൻഡ് സംടൈംസ് ഡെത്ത്. അപ്പോൾ ഈ പോളിയോ വന്ന് എന്താണ്, അത് പാരാലിസിസ് ആണ് മെയിനായിട്ട് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ ശ്വാസതടസ്സവും ഉണ്ടാവും, ചിലപ്പോൾ മരണത്തിന് വരെ കാരണമാകുന്നൊരു വൈറൽ ഡിസീസാണ് എന്തെന്ന് പറയുന്നത്, പോളിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വൈറൽ ഡിസീസാണ് എന്തെന്ന് പറയുന്നത്, പോളിയോ എന്ന് പറയുന്നത്. ഓക്കെ, പോളിയോ വാക്സിൻ ആദ്യമായിട്ട് വികസിപ്പിച്ച വ്യക്തിക്ക് പറയുന്ന പേര് ജോനാസ് സാൽക്ക് എന്നാണ്. ഓക്കെ, ജോനാസ് സാൽക്കാണ് ആദ്യമായിട്ട് പോളിയോ വാക്സിൻ വികസിപ്പിച്ചത്. എന്നാൽ ഓറൽ പോളിയോ വാക്സിൻ, നിലവിലൊക്കെ ഉപയോഗിക്കുന്ന ഓറൽ പോളിയോ വാക്സിൻ, അത് ഡെവലപ്പ് ചെയ്തതാരാണ്, ആൽബർട്ട് സാബിൻ എന്ന് പറയുന്ന ഒരാളാണ് ഓറൽ പോളിയോ വാക്സിൻ എന്ത് ചെയ്തത്, ഡെവലപ്പ് ചെയ്തത്. എന്നാൽ പ്ലേഗ്, കറുത്ത മരണം എന്നൊക്കെ അറിയപ്പെടുന്ന രോഗമാണ് പ്ലേഗ്. പ്ലേഗ് ഈസ് ആൻ ഇൻഫെക്ഷ്യസ് ഡിസീസ് കാസ്ഡ് ബൈ ദി ബാക്ടീരിയം യെർസീനിയ പെസ്റ്റിസ്. ഓക്കെ, യെർസീനിയ പെസ്റ്റിസ് എന്ന് പറയുന്ന ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ് പ്ലേഗ്. ശ്രദ്ധിക്കുക, യെർസീനിയ പെസ്റ്റിസ് എന്ന് പറയുന്ന രോഗാണു ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്തെന്ന് പറയുന്നത്, പ്ലേഗ് എന്ന് പറയുന്നത്. എന്നാൽ ടെറ്റനസ് ആൾസോ കാൾഡ് ലോക്ജ, ടെറ്റനസ് എന്ന രോഗത്തിന് മറ്റൊരു പേരാണ് ലോക്ജ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സീരിയസ് ഇൻഫെക്ഷൻ കാസ്ഡ് ബൈ ക്ലോസ്ട്രീഡിയം ടെറ്റനി.
ടെറ്റനസിന് കാരണമാകുന്ന രോഗാണു ഏതാണ്? ക്ലോസ്ട്രീഡിയം ടെറ്റനിയാണ്. ഓക്കെ, ക്ലോസ്ട്രീഡിയം ടെറ്റനിയാണ് എന്തിന് കാരണമാകുന്നത്? ടെറ്റനസിന് കാരണമാകുന്നത്. എന്നാൽ ലെപ്രസി ഈസ് എ ഡിസീസ് മെയിൻലി കാസ്ഡ് ബൈ ദി ബാക്ടീരിയ മൈക്രോബാക്ടീരിയം ലെപ്രെ. മൈക്രോബാക്ടീരിയം ലെപ്രെ എന്ന് പറയുന്ന ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ലെപ്രസി അല്ലെങ്കിൽ കുഷ്ഠം. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഡിസീസ്, അസുഖം എന്നൊക്കെ വിശേഷണമുള്ളത് ഈ ലെപ്രസിക്കാണ്, കുഷ്ഠത്തിനാണ്. ഓക്കെ, സോ അടുത്ത ചോദ്യം ഇതാണ്. ദ ഡിസീസ് കാസ്ഡ് ബൈ ദി ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ ഇൻ ചിൽഡ്രൻ ഈസ് കാൾഡ്. കുട്ടികളിൽ പ്രോട്ടീനിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം എന്നാണ് ചോദ്യം. പെല്ലാഗ്രയാണോ, അതോ മരാസ്മസ് ആണോ, അതോ ബെറിബെറി ആണോ, റിക്കറ്റ്സ് ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ കുട്ടികളിൽ പ്രോട്ടീനിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം മരാസ്മസ് ആണ്. എന്താണ്? മരാസ്മസ് ആണ്. എന്നാൽ എന്താണ് ഈ പെല്ലാഗ്ര എന്ന് പറയുന്നത് വൈറ്റമിൻ B3 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. വൈറ്റമിൻ B3 അതായത് നിയാസിൻ, വൈറ്റമിൻ B3 നിയാസിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെല്ലാഗ്ര എന്ന് പറയുന്നത്. എന്നാൽ ബെറിബെറി നമുക്കറിയാം വൈറ്റമിൻ B1 തൈമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്തെന്ന് പറയുന്നത്? ബെറിബെറി എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ B3 എന്ന് പറയുന്നത് നിയാസിനാണ്. നിയാസിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെല്ലാഗ്ര. എന്നാൽ വൈറ്റമിൻ B1 തൈമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് ബെറിബെറിയാണ്. ഓക്കെ, തൈമിൻ്റെ കുറവ് മൂലം വൈറ്റമിൻ B1 ആണ് തൈമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് ബെറിബെറിയാണ്. എന്നാൽ നമുക്കറിയാം റിക്കറ്റ്സ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്തെന്ന് പറയുന്നത്? റിക്കറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിക്കറ്റ്സ് ബാധിക്കുന്ന അവയവം ഏതെന്ന് ചോദിച്ചാൽ അത് ബോൺസ് ആണ്. എല്ലുകളെ ബാധിക്കുന്ന ഒരു രോഗമാണ് എന്തെന്ന് പറയുന്നത്? റിക്കറ്റ്സ് എന്ന് പറയുന്നത്. എല്ലുകളെ ബാധിക്കുന്ന ഒരു രോഗമാണ് എന്തെന്ന് പറയുന്നത്? റിക്കറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമാണ് എന്തുണ്ടാകുന്നത്? റിക്കറ്റ്സ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ സയൻറ്റിഫിക് നെയിം അത് കാൽസിഫെറോൾ ആണ്. വൈറ്റമിൻ ഡി എന്താണ്? കാൽസിഫെറോൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ എന്താണ് മരാസ്മസ്? മരാസ്മസ് എന്ന് പറയുന്നത് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഡിസീസാണ്. പ്രോട്ടീൻസ് ആർ ബോഡി ബിൽഡിംഗ് എലിമെൻറ്റ്സ് റിക്വയർഡ് ബൈ ദി ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ബോഡി ബിൽഡിംഗ് എലിമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? പ്രോട്ടീൻ എന്ന് പറയുന്നത്. മരാസ്മസ് ഈസ് എ സിവിയർ ലാക്ക് ഓഫ് ഇമ്പോർട്ടൻറ്റ് ന്യൂട്രിയൻസ്. മരാസ്മസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്തെന്ന് പറയുന്നത്? മരാസ്മസ് എന്ന് പറയുന്നത്. പീപ്പിൾ അഫക്റ്റഡ് ബൈ മരാസ്മസ് ലുക്ക് ഫ്രൈൽ ആൻഡ് തിൻ. മരാസ്മസ് ബാധിച്ച വ്യക്തികൾ എങ്ങനെ കാണപ്പെടുന്നു? ഫ്രൈൽ, ക്ഷീണിച്ചും അതുപോലെ തന്നെ അവശനായും ഉണങ്ങിയും ഒക്കെ കനം കുറഞ്ഞൊക്കെ എന്ത് ചെയ്യുന്നു? കാണപ്പെടുന്നു. ദിസ് ഇസ് എ ഫാറ്റൽ ഡിസീസ് ദാറ്റ് കാസ് വെയിറ്റ് ലോസ് ആൻഡ് ഡീഹൈഡ്രേഷൻ. അപ്പോൾ ഇതൊരു മരണത്തിന് വരെ കാരണമാകുന്ന അസുഖമാണ്. എന്താണ്? ഇത് വെയിറ്റ് ലോസിനും കാരണമാകും, അതുപോലെ തന്നെ ശരീരത്തിൽ നിന്ന് ജലം നഷ്ടപ്പെടുന്നതിനും കാരണമാകും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ചോദ്യം ഇതാണ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് എ ലിവിങ് ഫോസിൽ പ്ലാന്റ്? ലിവിങ് ഫോസിൽ പ്ലാന്റ് എന്ന് അറിയപ്പെടുന്നത് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ജിങ്കോയാണോ, ഓപ്ഷൻ ബി പൈനസ് ആണോ, ഓപ്ഷൻ സി മിറാബിലസ് ആണോ, ഓപ്ഷൻ ഡി ഡാർക്ക് ബെഞ്ചിയാണോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ജിങ്കോയാണ്. ഓപ്ഷൻ എ ജിങ്കോയാണ് ലിവിങ് ഫോസിൽ പ്ലാന്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ജിങ്കോ ഈസ് എ ലിവിങ് ഫോസിൽ വിത്ത് fossils recognizably related to modern ജിങ്കോ ഫ്രം ദി പെർമിയൻ ഡേറ്റിംഗ് ബാക്ക് 270 million years ago. അപ്പം 270 million years agoയിൽ നിന്ന് ഉള്ള ജിങ്കോയുടെ ഫോസിൽ വരെ എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലിവിങ് ഫോസിൽ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ഏതെന്ന് ചോദിച്ചാൽ അത് ജിങ്കോയാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.